പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്നു. ഓരോ ദിവസങ്ങളും കർത്താവിന്റെ ദാനം. ഇന്നത്തെ ദിവസവും ദൈവത്തിന്റെ ദയ കരുണ നമ്മുടെ മേൽ കർത്താവ് ചൊരിഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമുക്ക് സുഖകരമായ ഉറക്കം നൽകി. നമ്മൾ സമാധാനത്തോടെ ഉറങ്ങിയത് അത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ഇന്ന് നമുക്ക് ഈ നിലയിൽ ഈ മാധ്യമത്തിലൂടെ ദൈവവചനം കേൾക്കുവാനിടയാകുന്നതും ഇതും നമുക്ക് ദൈവം തന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഏതെല്ലാം നിലയിലാണ് ദൈവം തൻ്റെ വചനം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല നിലയിൽ ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമമാണ് യൂട്യൂബ്. കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നിലയിലാണെങ്കിലും വ്യക്തിപരമായി വന്ന് കാണാൻ കഴിയുന്നില്ല എങ്കിലും അനേക ഇടങ്ങളിലുള്ളവരോട് ഈ നിലയിൽ സംസാരിക്കാനിടയാകുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ തിരുവചനത്തിലൂടെയാണ് നമ്മൾ ആരാണെന്നും നമ്മുടെ ഭാവി എന്താണെന്നും എല്ലാം അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. അപ്പോൾ ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം ഉണ്ടായിരിക്കണം. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തിരുവചനമാണ്. അല്ലെ, ഇന്ന് നമ്മളിന്ന് അനേകരും നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് നമ്മൾ സാറിന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോവുകയും അവിടെയുള്ള കുർബാനയിൽ പങ്കെടുക്കുകയും കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും അവിടെയുള്ള സൺഡേ സ്കൂളുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം ഒരു വിധത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഭക്തിയായിട്ടും ക്രിസ്തീയ ജീവിതമായിട്ടും ഒക്കെ അനേകരും കണക്കാക്കുന്നു. എന്നാൽ അതാണോ യാഥാർത്ഥ്യം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ നമ്മൾ യഥാർത്ഥമായും അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ വളരെ ഭയങ്കരമായി വഞ്ചിക്കപ്പെടും. ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും വലിയ മഹാപാപം എന്ന് പറയുന്നത് അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ആ വിശ്വാസത്താൽ മാത്രമാണ് നമുക്ക് രക്ഷ അല്ലെങ്കിൽ പാപമോചനം. ഇത് നമ്മൾ അറിയണം. അപ്പോൾ അത് ഒരിക്കലും ക്ഷമിക്കപ്പെടാത്തൊരു പാപമാണ്. കാരണം പിതാവ് തൻ്റെ ഏകജാതനം നൽകി നമ്മളെ സ്നേഹിച്ചിട്ടും നമ്മൾ ആ സ്നേഹത്തെ അറിയാതെ നമ്മൾ ജീവിച്ച് നമ്മൾ നശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല. നമ്മുടേതായിരിക്കുന്ന ഭക്തിയുടെ മാർഗങ്ങളിലൂടെ നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല. നമ്മളെ രക്ഷിക്കുന്ന ഒരേ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എത്ര അനിവാര്യമാണ്. നാം സുവിശേഷം കേൾക്കണം. യഥാർത്ഥ സത്യവചനം നമ്മൾ കേൾക്കണം. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് നമുക്ക് വ്യക്തിപരമായിരിക്കുന്ന ഒരു വലിയ ബന്ധമുണ്ടായിരിക്കണം. നമുക്കറിയാം, റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം, റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. റോമർ 10-ന്റെ 13 മുതൽ 15 വരെ. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഒരു വലിയ ചോദ്യമാണ്. ചോദ്യങ്ങളുടെ ഒരു നിര തന്നെയല്ലേ നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഞാനും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. പള്ളിയിൽ പോകും, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പങ്കെടുക്കും, പിന്നെ സൺഡേ സ്കൂളിൽ പോകും, കുർബാന കൈക്കൊണ്ടു, ഇങ്ങനെയെല്ലാം ചെയ്തു പോന്നെങ്കിലും യഥാർത്ഥത്തിൽ ആ രക്ഷയുടെ അനുഭവം ഉണ്ടായിരുന്നില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ള പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിക്കുക, വിടിപ്പിക്കപ്പെടുക, രക്ഷിക്കപ്പെടുക എന്നുള്ളൊരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ 1984 ഏപ്രിൽ മാസം 1-ാം തീയതി രാത്രിയിൽ ഒരു 11 മണി സമയത്താണ്, അതുവരെയും ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു, കർത്താവിൻ്റെ ഇടപെടലുണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പാവബോധം വരുത്തി. ഞാനൊരു കുഞ്ഞു കുട്ടിയെപ്പോലെ കരയാൻ തുടങ്ങി.
ഈ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കേണ്ടതായി. കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നു. കർത്താവ് എനിക്ക് തൻ്റെ ആത്മാവിനെ പകർന്നു. എന്നിലുണ്ടായിരുന്ന ആ പഴയ ഹൃദയം മാറ്റിയൊരു പുതിയ ഹൃദയം തന്നു. എനിക്ക് എൻ്റെ ആത്മാവിനെ ദൈവം ജീവിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാക്കി എന്നെ മാറ്റി തൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മാവിലേക്ക് പകർന്ന് കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റി. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ പ്രിയമുള്ളവരെ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ആരംഭം എന്നുള്ളത്. വീണ്ടും ജനനത്തിലൂടെ യഥാർത്ഥമായും നമ്മൾ വീണ്ടും ജനിച്ച് ഒരു ദൈവപൈതലാകാത്തിടത്തോളം കാലം നമ്മളും ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല നമുക്ക് യഥാർത്ഥമായ സമാധാനമോ സന്തോഷമോ ഒരു പ്രത്യാശയുള്ള ജീവിതമോ നമുക്ക് നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇന്ന് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ടാണോ ജീവിക്കുന്നത്? ഒരു ക്രിസ്ത്യാനി ഇന്ന് പലരും ക്രിസ്തുവിനെ ഹനിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമത്തെ നിന്ദിക്കുന്നവർ പല നിലകളിൽ അല്ലെ. ഇന്ന് അനേക സ്ഥലങ്ങളിൽ അനേക തെറ്റായ പ്രവണതകൾ വെച്ചു പുലർത്തുന്നത് ക്രിസ്തുവിന്റെ പേര് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാണോ? ഞാൻ യഥാർത്ഥമായും ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനായി തീർന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇതാണ് വീണ്ടും ജനനത്തിൽ നമുക്ക് ആദ്യമായി ലഭിക്കുന്ന ദാനം, പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനം എന്ന് റോമർ 8:23 നമ്മൾ വായിക്കുന്നു. അപ്പോൾ പാപിയായ ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ആദ്യ ദാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് റോമലേഖനം 8:9 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പറയാനും കാരണം. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ, അല്ല ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അവൻ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനായിരിക്കണം. അവൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ അവർക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയില്ല. അവർക്ക് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ കഴിയുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ യഥാർത്ഥമായിരിക്കുന്ന വിശുദ്ധിയുടെ പാതയിൽ നമ്മളെ നടത്താൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമുക്ക് എത്രമാത്രം ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിച്ചാലും ഇന്ന് ലോകത്തിലെ അനേക മഹാന്മാർ വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ട് അതിലെ ഉപദേശങ്ങളൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അതിലെ അനേക കാര്യങ്ങളും അവരുടെ ജീവിതത്തിലാക്കിക്കൊണ്ട് അവരൊരു നല്ല പിള്ളയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. അതിലൊരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എപ്പോഴും പുതിയ നിയമം കയ്യിൽ വയ്ക്കുകയും അത് വായിക്കുകയും പ്രത്യേകിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മത്തായി 5:6-7 ഒലിവുമല പ്രഭാഷണം വളരെ ഉന്നതമായ പ്രഭാഷണമായിട്ട് താൻ പറയുകയും അതിലെ പല കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ പകർത്തുകയൊക്കെ ചെയ്തെങ്കിലും തനിക്ക് യഥാർത്ഥമായും രക്ഷകനുമായി യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. രക്ഷിക്കപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് തന്നോട്, നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ ഉത്തരം, ഞാൻ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം താനൊരു സത്യാന്വേഷിയായി ജീവിച്ചു, എന്നാൽ തനിക്ക് സത്യം കിട്ടിയില്ല. സത്യം കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് ഗ്രഹിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. കാരണം തൻ്റെ ബുദ്ധിയിലൂടെ, തൻ്റെ ജഡീക ജ്ഞാനത്തിലൂടെ, ലോകജ്ഞാനത്തിലൂടെ താൻ അന്വേഷിച്ചുകൊണ്ടാണ്. ഒരു വ്യക്തി ദൈവത്തിലായി തീരണമെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കൃപ വേണം. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇത് മാനുഷികമായ തിരഞ്ഞെടുപ്പല്ല, ഇതൊരു ദൈവികമായ തിരഞ്ഞെടുപ്പാണ്. കർത്താവ് തന്നെ യോഹന്നാൻ 15:16 പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു.
അപ്പോൾ കർത്താവാണ് നമ്മളെ തിരഞ്ഞെടുത്തത്, നമ്മളാരും കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല. അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു. ഇതാ നമ്മൾ 2 പത്രോസ് 1:10 അതുകൊണ്ടാണ് വായിക്കുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഞാൻ യഥാർത്ഥമായും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണോ? നമ്മളങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കണം. ഞാൻ കർത്താവിന് വേണ്ടി കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്കാണ് ദൈവം ഈ യഥാർത്ഥ പാപമോചനം അല്ലെങ്കിൽ രക്ഷ അല്ലെങ്കിൽ വീണ്ടും ജനനം എന്നുള്ള ഈ അനുഭവത്തിലേക്ക് നടത്തുന്നത്. അവരാണ് ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി തീരുന്നത്. ഈ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി ക്രിസ്തുവിന്റെ പാദത്തെ പിൻപറ്റുന്നവരായി ജീവിക്കാൻ കഴിയും. നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അനുകരിക്കേണ്ട ജീവിതമാണ്. നമ്മൾ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ പത്രോസ്ലീഹ പറയുന്ന ആ വാക്യം വളരെ ഇതാണ്. കർത്താവിൽ വിളിയുള്ളവരോട് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അപ്പോൾ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമുക്കൊരു മാതൃക തന്നിട്ടുണ്ട്. ആ മാതൃകയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടാവും. ഈ പലരും കർത്താവിൽ വിശ്വസിച്ചിട്ട് ഇടറുവാനൊരു കാരണം, അവരോട് നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, നിങ്ങൾക്ക് യാതൊരു കഷ്ടവും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെ ചില തെറ്റായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കും. എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അനേക കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അതുകൊണ്ട് പലരും ഇടറുവാനിടയായിത്തീരുന്നത്. കാരണം അവരെ പഠിപ്പിച്ചതും കേൾപ്പിച്ചതും അങ്ങനെയല്ല. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് അങ്ങനെ പറയാനോ പഠിപ്പിക്കാനോ പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞതും പഠിപ്പിച്ചതും നമ്മൾ അവരെ ശരിക്കും പറഞ്ഞ് ഗ്രഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കർത്താവിനെ അനുഗമിക്കുന്നത്, കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ നാം കർത്താവിന് വേണ്ടി മരിക്കാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയാകാൻ വേണ്ടി തന്നെയുള്ള വിളിയാ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തില് കർത്താവ് തന്നെ അനുഗമിക്കുന്നവരോട് പറഞ്ഞ ഒരു വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ ആരെങ്കിലും 23-ാം വാക്യം, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഒരുവൻ തന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, അപ്പോൾ നമ്മൾ ഇന്ന് യഥാർത്ഥമായും ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടോ? അത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ചെറിയൊരു അല്പായുസ്, ഇത് ദൈവത്തിന്റെ വിളി കേട്ടിട്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രാപിച്ചിട്ട് ഞാൻ ദൈവത്തിന് യോഗ്യമായ നിലയിൽ ജീവിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് എത്ര വിലപ്പെട്ട കാര്യമാണ്. എല്ലാ ദൈവമക്കളും ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഒരു ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാറുണ്ടെങ്കിലും നമ്മൾ കർത്താവിനെ തന്നെയാണോ അനുഗമിക്കുന്നത്? കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് ദൈവം പറഞ്ഞ അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമുണ്ടാകില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 15-ാം അധ്യായത്തിന്റെ അതിന്റെ 18 മുതൽ വായിക്കുമ്പോൾ നമ്മൾ ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു.
ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. ഞാൻ വായിച്ചത് യോഹന്നാൻ 15-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? ലോകത്തിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തിയിരിക്കുക. നോക്കണം, ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഈ ലോകപ്രകാരമുള്ള ഒരു ജീവിതമല്ല. അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. കർത്താവ് ലോകക്കാരനല്ലായിരുന്നു. അതുപോലെ നമ്മളെയും ലോകത്തിൽ നിന്നും തനിക്ക് വേണ്ടി വേർപെടുത്തി. കർത്താവിനുള്ളവർ വേർപെടുത്തപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാനും നിങ്ങളെ എപ്പോഴും വിശുദ്ധന്മാരെ എന്ന് വിളിച്ചത്. നമ്മുടേതായിരിക്കുന്ന വിശുദ്ധിയുടെ ശ്രേഷ്ഠതയല്ല, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വിശുദ്ധിയായി തീർന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാർ. കർത്താവിന് വേണ്ടി നമ്മളെ വിളിച്ച് വേർതിരിച്ചു. ആരെല്ലാം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടോ അവരെല്ലാം വിശുദ്ധന്മാർ, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ. അപ്പോൾ ഇവിടെ ലോകം നിങ്ങളെ പകയ്ക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം ഈ ലോകം നമ്മുടെ കർത്താവിനെ പകച്ചു. നന്മകൾ മാത്രം ചെയ്ത നമ്മുടെ കർത്താവിനെ ലോകം പകച്ചു. നമ്മൾ ചിന്തിക്കണം, ഈ ലോകത്തിൽ ആരെങ്കിലും സ്നേഹിക്കാൻ കൊള്ളാമെങ്കിൽ അതൊറ്റ വ്യക്തി കർത്താവ് യേശു ക്രിസ്തുവാണ്. കാരണം അവിടുന്ന് ഈ ലോകത്തിൽ നന്മ മാത്രമേ ചെയ്തുള്ളൂ, ഒരു തിന്മയും ചെയ്തിട്ടില്ല. അന്ധന് കാഴ്ച കൊടുത്തു, മുടന്തനെ നടത്തി, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ദുഷ്ടാത്മാക്കളെ പുറത്താക്കി, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, പാപികളുടെ പാപം ക്ഷമിച്ചു കൊടുത്തു. ഇതൊക്കെ എത്ര വലിയപ്പെട്ട കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? എന്നാൽ ഇതെല്ലാം ചെയ്ത, നന്മ മാത്രം ചെയ്ത അവനെല്ലാം നന്നായി ചെയ്തു എന്നാണ് വചനം പറയുന്നത്. എല്ലാം നന്നായി ചെയ്തിട്ടും ഈ ലോകം കർത്താവിനെ പകയ്ക്കുകയാണ് ഉണ്ടായത്. ഈ ലോകത്തിന് കർത്താവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ ലോകം കർത്താവിന് കൊടുത്തത് പൊൻകിരീടം ധരിക്കേണ്ട തലയിലേക്ക് മുൾക്കിരീടവും ചെങ്കോല് പിടിക്കേണ്ട കയ്യിലേക്ക് മരക്കുരിശാണ് കൊടുത്തത്. അങ്ങനെയാണ് കർത്താവിന് ഈ ലോകം സമ്മാനിച്ചതെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്ന് നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ ഈ ലോകക്കാരായിരിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. നമ്മൾ ഈ ലോകക്കാരെ പോലെ ജീവിക്കരുത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വേർപെടുത്തിയത്. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയത്. നമ്മളെപ്പോഴും ആത്മാവിനെ അനുസരിക്കുന്നവരായിരിക്കണം. നമ്മളിന്നും രക്ഷിക്കപ്പെട്ട ശേഷവും വീണ്ടും ജനിച്ച ശേഷവും നമ്മളിപ്പോഴും ആ ലോകത്തിൽ തന്നെയാണ്. ഈ ലോകത്തിൻ്റെ ദൈവമാകുന്ന പിശാച് നമ്മളെ ഏത് നിലയിലും വഞ്ചിക്കാനായിട്ട് അവൻ തക്കം നോക്കുന്നുണ്ട്. എന്നാൽ കൃപയാൽ നമ്മൾ ആ ദൈവത്തിൻ്റെ ആത്മാവിന് അനുസരിച്ച് ജീവിക്കുമ്പോൾ ശത്രുവിന് നമ്മളെ തൊടുവാൻ കഴിയില്ല. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥമായിട്ടും കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പതറാം, അല്ലെ? കർത്താവ് തന്നെ മത്തായി 10:16 പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നമുക്ക് ചുറ്റും ചെന്നായ്ക്കളാണ്. അവര് കുഞ്ഞാടിനെ കടിച്ചു കീറുവാൻ തക്കം നോക്കിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യം, ആ വിജയത്തിന്റെ വലിയ നേട്ടം നമ്മളെ വിളിച്ച നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. അവിടുന്ന് നല്ല ഇടയനായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ നടത്തുന്നു എന്നുള്ളതാണ്. ആ ഇടയന്റെ ആടുകളായി അവിടുത്തെ ഇമ്പസ്വരം കേൾക്കുന്നവരായി നാം ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ദിവ്യ സമാധാനത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് കർത്താവിൽ നാം ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും ഇടരാൻ പാടില്ല. അതുകൊണ്ടല്ലേ കർത്താവ് മത്തായി 11:6 പറഞ്ഞു, എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. നമുക്കൊരിക്കലും നമ്മുടെ കർത്താവ് ഏത് സമയത്തും ഏത് പ്രതികൂലത്തിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ദൈവത്തിന്റെ ഇടപെടൽ. എന്നാൽ കർത്താവിനോട് കൂടെയുണ്ടെന്നുള്ള ആ ബോധ്യം അത് നമ്മളെ ഭരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പം കർത്താവ് നമുക്ക് മാതൃക തന്ന ആ കാൽച്ചുവടുകളെ തന്നെയാണോ നമ്മൾ പിൻപറ്റുന്നത്?
കർത്താവ് നമുക്ക് തന്ന മാതൃക നമുക്കറിയാം. കർത്താവ് എപ്പോഴും പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ലക്ഷ്യം. കാരണം പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പിതാവിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എപ്പോഴും താൻ യാത്ര ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. ചിന്തിക്കുക. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ, നമ്മൾ ആരുടെ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്? നമ്മൾ ആരാണെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ലോകജനത്തിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിരിക്കും. നമ്മുടെ എല്ലാ ചലനങ്ങളും, നമ്മുടെ ഓരോ നടപ്പും, നമ്മുടെ ഓരോ സംസാരം, നമ്മുടെ ഓരോ ഇടപെടലുകൾ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇതെല്ലാം എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവയായിരിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. പഴയ നിയമത്തിൽ ദാവീദ് പോലും 19-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും എൻ്റെ വായിലെ വാക്കുകളും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നോക്കണം, ദാവീദിന് അങ്ങനെ പറയാൻ കഴിഞ്ഞെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവ പൈതൽ ഇതിനേക്കാൾ എത്രമായി ശക്തമായി പറയുവാനായിട്ട് കഴിയണം. അതേ പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും നമുക്ക് കുറവുകൾ ഉണ്ടാകാം, തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ഉടനെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യത്തരും. നമ്മൾ കർത്താവിനോട് ആ കാര്യങ്ങൾ ഏറ്റു പറയണം. നാം ഏറ്റു പറയുമെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിക്കും. ഏറ്റു പറയാതെ നമ്മൾ മറച്ചു പിടിച്ചാൽ അത് നമുക്കൊരു വലിയ ഒരു വഞ്ചനയായിട്ട് മാറും. ഓരോ ദിവസവും ഞാൻ ആരുടെ ഇഷ്ടത്തിലാണ്, ഞാൻ എൻ്റെ ഇഷ്ടമാണോ ചെയ്യാനായിട്ട് ഉത്സാഹിക്കുന്നത്, അതോ എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണോ? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇന്നത്തെ ജീവിതം, എൻ്റെ പകൽക്കാലം മുഴുവനും എനിക്ക് കർത്താവ് തന്ന കാൽച്ചുവടുകളെ ഞാൻ പിൻപറ്റിയോ? ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണോ അതോ ദൈവ ഇഷ്ടത്തിലാണോ ജീവിച്ചത്? കാരണം തിരുവചനത്തിലൂടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ഹൃദയം മുഴുവനും നമുക്കിവിടെ തുറന്നു വെച്ചിരിക്കുക. അപ്പൊ അതറിയണം. അതറിഞ്ഞിട്ട് അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. അത് നമ്മുടെ കർത്തവ്യമല്ലേ? ഓരോ കാര്യങ്ങളിലും ഇപ്പം പിതാവ് അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഓരോ കാര്യങ്ങളിലും താൻ വളരെ സൂക്ഷ്മതയുള്ളവനായിരുന്നു. നമുക്കറിയാം, കർത്താവിന്റെ പരസ്യവേല ആരംഭിക്കുന്നത് ഏകദേശം 30-ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഈ 30-ാമത്തെ വയസ്സ് വരെയും ഈ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ 30 വർഷത്തെ ഒരുക്കമാണ് 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എടുത്തത്. നോക്കണം, നമുക്കതിനെ ആ നിലയിൽ ചിന്തിക്കാൻ പറ്റും. 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് 30 വർഷത്തെ ഒരുക്കങ്ങൾ നടത്തി. അവസാനം ആ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ സ്നാപകന്റെ കൈകളിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം പറയുന്ന ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കാൻ കഴിയും. എവിടെയാ? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, 3:17. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി. നോക്കണം, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി. മത്തായി 3:16-17 ഞാൻ വായിച്ചു. നോക്കണം, അപ്പോൾ ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും പിതാവ് ഒരു സാക്ഷ്യം പറഞ്ഞു. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ അതുവരെയുള്ള തന്റെ ജീവിതത്തിലെ ഓരോ ചുവടുകളും തന്നെ അയച്ച പിതാവിന്റെ ഹിതം മനസ്സിലാക്കി താൻ ചെയ്തു എന്നുള്ളതാണ്. നോക്കണേ, എത്ര വിലപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ
താൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപ് മോശയെ എലിയാവും വന്ന് തന്നോട് സംസാരിക്കുന്ന ആ സംഭാഷണം നമ്മൾ ഇതേ മത്തായി അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കാണാം. അവിടെ തന്നോട് കൂടെ 3 ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനുമുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഈ ലോകയാത്രയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തിയപ്പോഴും സ്വർഗം തന്ന സാക്ഷ്യം മത്തായി 17-ന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ ഒരു ശബ്ദവും ഉണ്ടായി. കണ്ടോ? അപ്പോൾ നമ്മൾ ആരെ കേൾക്കണം? നമ്മൾ മോശയോ ഏലിയാവിനെയോ അല്ല, നമ്മൾ പിന്നെ ആരെ കേൾക്കണം? പ്രവാചകന്മാരെയോ ന്യായപ്രമാണത്തെയോ അല്ല, പിന്നെ ആരെ കേൾക്കണം? കർത്താവിനെ കേൾക്കണം. കർത്താവാണ് പിതാവിൻ്റെ പ്രിയപുത്രൻ. അവനിലാണ് പിതാവിന് പ്രസാദമുള്ളത്. എത്ര വിലപ്പെട്ട കാര്യമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കർത്താവ് തന്നെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നത്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നോക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി വിളിച്ച് വേദനിക്കപ്പെട്ടവരാ. നമ്മളിലൂടെ കർത്താവിന് മഹത്വമുണ്ടാകണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവോട് പറയുകയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? ഓരോ ദിവസവും കർത്താവേ, ഇന്ന് എനിക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ. കാരണം പിതാവ് കർത്താവിനെ അയച്ചതുപോലെ തന്നെ ഈ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവിനാൽ അയക്കപ്പെട്ടവരാണ്. നമ്മൾ യോഹന്നാന്റെ 17-ന്റെ 18 വായിക്കുന്നത്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. കണ്ടോ? കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുക, ശിഷ്യന്മാരെ കുറിച്ച് പിതാവിനോട് പറയുക, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നതിന് ശേഷം വീണ്ടും താൻ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം, യോഹന്നാൻ 20:21 യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുക, ദൈവമക്കളെ, ഇതൊരു ചെറിയ കാര്യമാണോ? ഞാൻ എൻ്റെ കർത്താവിനാൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളൊരു ബോധ്യം ഇതുവരെയും നമ്മളെ ഭരിക്കുന്നുണ്ടോ? അനേക വിശുദ്ധന്മാർക്കും രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന പലർക്കും എന്നെ കർത്താവ് അയച്ചിട്ടുണ്ട്, എനിക്കൊരു ദൗത്യം എന്നെ തന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യമില്ല. അങ്ങനെ സാധാരണ നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയാറുള്ള കർത്താവിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള തൻ്റെ ശിഷ്യന്മാരിലുള്ള തൻ്റെ കൽപ്പന എന്താ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. എന്താണ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും പറയാണ്, യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചത്. നോക്കണം പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കർത്താവ് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാവും. ഈ കർത്താവ് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. നോക്കുക, എങ്ങനെയുള്ളൊരു കർത്താവാണ് നമ്മളെ അയക്കുന്നത്? സർവാധികാരിയായ കർത്താവ്. അവിടുത്തെ അധികാരത്തിലാണ് എല്ലാം നടക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കണമെങ്കിൽ ഈ സർവാധികാരിയായ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് എത്രമാത്രം അഭിമാനിക്കാം, എത്രമാത്രം ധൈര്യപ്പെടാൻ പ്രിയമുള്ളവരെ. നമുക്ക് കർത്താവിൽ ആ നിലയിൽ ധൈര്യപ്പെടാൻ കഴിയുന്നുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും. അപ്പം കർത്താവ് നമ്മളെ അയച്ചത് വെറുതെ അല്ല. കർത്താവിനറിയാം ഈ ലോകത്തിലേക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ
നമ്മൾ ചിലപ്പോൾ ഈ ലോകത്തിന്റെ പല പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാം. എന്നാൽ കർത്താവ് തന്റെ ശിശുമാരെ അയച്ചപ്പോൾ വെറുതെ അയച്ചില്ല, തന്റെ ആത്മാവിനെ പകർന്ന് അയച്ചത്. നമുക്കറിയാം പ്രവൃത്തി 1-8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യെഹൂദിയായാലും ശമരിയായാലും ലോകത്തെമ്പാടും എന്റെ സാക്ഷിയാവും. ഇന്ന് കർത്താവിന്റെ സാക്ഷിയാകാൻ കഴിയുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും അയക്കുന്നെങ്കിൽ അവിടെയെല്ലാം ഈ കർത്താവിനെ നമുക്ക് സാക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് അനേകരും പലയിടങ്ങളിലും പോകും, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? കർത്താവിനെ സാക്ഷിക്കുന്നില്ല. ഇവിടെ നമുക്ക് എവിടെയെല്ലാം എത്താൻ കഴിയുന്നോ അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് കർത്താവിനെ സാക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. എത്രയെല്ലാം പ്രതികൂലം ഉണ്ടെങ്കിലും ഇല്ല, ഇനി എനിക്ക് കഷ്ടപ്പാടിനും ഈ പ്രയാസങ്ങൾക്കും ഈ എതിർപ്പുകൾക്കും ഈ നിന്ദയ്ക്കും ഇനി എനിക്ക് വയ്യ എന്ന് തീരുമാനിച്ചാൽ പോലും ഒരു യഥാർത്ഥ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് മൗനമായിരിക്കാൻ കഴിയില്ല. ദൈവമക്കളെ, നമുക്കറിയാം യിരെമ്യാ പ്രവചനത്തിൽ അങ്ങനെ ഒരു ശക്തമായ ഒരു വാക്യമുണ്ട്. യിരെമ്യാ പ്രവചനം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വളരെ വിലപ്പെട്ടൊരു വാക്യമാണ്. ദൈവമക്കളെ, ഈ വാക്യം നിങ്ങൾ എപ്പോഴും അതൊന്ന് ധ്യാനിക്കുക. ഞാൻ ഇനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കയില്ല എന്ന് പറഞ്ഞാലോ അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വയ്യാതെയായി. നോക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വായി തുറക്കാതിരിക്കാൻ പറ്റുകയില്ല. അകത്ത് തീ കത്തുക, ഹായ് തുറക്കും. ഹായെന്ന് തുറക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്തുവാ? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഏക കർത്താവ്, ആകാശത്തിന് കീഴിൽ രക്ഷിക്കപ്പെടാൻ മറ്റൊരു നാമമില്ല. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. യഥാർത്ഥത്തെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ അടയാളമായത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ യഥാർത്ഥമായും ഒരു ക്രിസ്ത്യാനിയാണോ? ഞാൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? ഭയങ്കരമായ നിത്യാഗ്നിയിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനായി തീർന്നിട്ടുണ്ടോ? വ്യക്തമായി നമ്മൾ അറിയണം. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ എനിക്കൊരു ആത്മഭാരമുണ്ടോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് എനിക്കൊരു ഭാരമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടോ? കർത്താവ് കാണിച്ച ആ കാൽച്ചുവടുകളെ, ആ മാതൃകയെ എനിക്ക് പിൻപറ്റുവാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കണം. എന്നിട്ട് ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ വചന കേൾവിയാൽ ദൈവമായ കർത്താവ് കേട്ട എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സന്ദേശം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.